ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക യുദ്ധം ആരംഭിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇറാന് വലിയ തോതിൽ നഷ്ടമുണ്ടായെങ്കിലും അവരുടെ പരമോന്നത നേതാവിനെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും ഇറാൻ അമേരിക്കക്കെതിരെ ഇപ്പോൾ നടത്തിയിട്ടുള്ള വലിയ ആക്രമണം, വലിയ തിരിച്ചടിയാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും വലിയ അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കൻ യുദ്ധക്കപ്പൽ, വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ CVN-72 എന്ന യുദ്ധക്കപ്പൽ ഇറാൻ സേന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വെറും ഒരു യുദ്ധക്കപ്പൽ എന്നതിനപ്പുറം USS എബ്രഹാം ലിങ്കൺ എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലാണ്. ഇന്ധനം മാറ്റാതെ തന്നെ 20-25 വർഷത്തോളം കാലം കടലിൽ ഒഴുകി നടന്ന് യുദ്ധദൗത്യങ്ങളിൽ പങ്കുചേരാൻ അതിന് കഴിയും. ഡീസലോ പെട്രോളോ ഒന്നുമല്ല അതിൻ്റെ ഇന്ധനം, ന്യൂക്ലിയർ ആണ്. അതായത് ആണവോർജ്ജമാണ് ഇതിൻ്റെ പ്രധാന ഇന്ധനം എന്നുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ 2 ന്യൂക്ലിയർ റിയാക്ടറുകൾ ഈ കപ്പലിൽ തന്നെയുണ്ട്. ഫൈറ്റർ ജെറ്റുകളും മിസൈൽ വാഹക വിമാനങ്ങളും വേധക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം ഏകദേശം 75 മുതൽ 90 യുദ്ധവിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ മാത്രം വലിപ്പമുള്ളതാണ് ഈ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ എന്നുള്ളത്. ഏകദേശം 333 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്നുള്ളത്. ഇതിൽ ഏകദേശം 5000-ഓളം പേർക്ക് ഒരേ സമയം ജോലിയിൽ തന്നെയുണ്ട്. അവർ ക്രൂ മെമ്പേഴ്സ്, കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളിൽ നോക്കുന്ന ക്രൂ മെമ്പേഴ്സ് മാത്രം ഏകദേശം 3200-ഓളം പേരാണ്. അതിൻ്റെ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന 2400-ഓളം പൈലറ്റുമാരും ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. മൊത്തത്തിൽ 5500 പേർക്ക് ഒരേ സമയം ഇതിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അത്രയും വലിയ ഭീമാകാരമായ ഒരു കപ്പലിനെയാണ് ഇപ്പോൾ ഇറാൻ സേന ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്ക കൊടുത്ത ഏറ്റവും വലിയ മറുപടിയാണത്.